ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയപ്പോഴാണ് ഒരു ഉമ്മ റോഡിൻ്റെ നടുവിൽ കാരുണ്യവാനായ ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും ശാരീരിക ചലനങ്ങളോട് കൂടിയിട്ടുള്ള പ്രാർത്ഥനാ മുറിവുകളും മെഡിറ്റേഷനും ചെയ്യുന്നൊരു സംഭവം. അതിനെ ഒരു വിഭാഗം ദൈവവിശ്വാസികളുടെ മേലിലേക്ക് ചാർത്തിക്കൊടുത്തുകൊണ്ട് അതിനെ പരിഹസിക്കുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ കാണുകയുണ്ടായി. തീർച്ചയായും അതൊരു മനുഷ്യൻ്റെ എവോൾവ്ഡ് സ്റ്റേറ്റിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഓരോ മനുഷ്യൻ്റെയും പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഔന്നിത്യഭാവത്തിലേക്ക് ശ്രീബുദ്ധനും പ്രവാചകന്മാരും മഹർഷിമാരുമൊക്കെ എത്തിയ ആ ഔന്നിത്യ രൂപത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്നു എന്നതിനനുസരിച്ചാണ് ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള മനുഷ്യൻ്റെ ശക്തി നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മതപരമായിട്ടത് ചിലപ്പോൾ റോങ് ആയിരിക്കാം. പക്ഷേ ആ അമ്മയ്ക്ക് അതിന് പ്രേരിപ്പിച്ച ചില ഘടകങ്ങളുണ്ടായിരിക്കാം. ആ ഒരു അമ്മയിൽ മാത്രമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനൊരു സമൂഹവുമായിട്ട് ബന്ധമില്ല, ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധമില്ല, ഒരു സ്ഥലവുമായിട്ട് ബന്ധമില്ല. പലപ്പോഴും നമ്മൾ എല്ലാത്തിനെയും ജനറലൈസ് ചെയ്ത് പൊതുവൽക്കരിച്ച് കാറ്റസ്ട്രോഫൈസ് ചെയ്ത് അതിനെ അവഹേളിച്ചങ്ങോട്ട് വഷളമാക്കുന്ന ഒരു സാഹചര്യം എന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിട്ടുണ്ട്, നാളെയും ഉണ്ടാവും. കാരണം അത് മനുഷ്യനെന്ന ഔന്നിത്യഭാവത്തിലേക്ക് എത്തുന്നതിന് മുമ്പിൽ അതിലേക്ക് എത്തിപ്പെടാത്തതിൻ്റെ പ്രശ്നമാണ്. തർക്കങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് പറയാനുള്ളത് ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ അത് ശരിയായ ഒരു കാര്യമല്ല. പക്ഷെ ഓരോ വ്യക്തികളും പ്രവർത്തിക്കുന്നതിന് മുമ്പിൽ അവരെ സ്വാധീനിക്കുന്ന അവരുടെ മനസ്സിനുള്ളിൽ അവരുണ്ടാക്കിയെടുത്ത മറ്റു കുറേ വിശ്വാസങ്ങളും മറ്റു കുറേ ഫിക്സഡ് ബിലീഫ്സുകളുമൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അതറിയാതെ നമ്മൾ പ്രതികരിക്കുമ്പം നമ്മൾ ഒരു സ്റ്റാൻഡേർഡും ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ഔന്നിത്യഭാവത്തിൻ്റെ അടുത്തുപോലും എത്താത്ത രീതിയിലുള്ള പ്രതികരണങ്ങളായിട്ടത് മാറും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവരവിടെ നിന്ന് യോഗാഭ്യാസമോ മെഡിറ്റേഷനോ നമസ്കാരമോ എന്തെങ്കിലും ചെയ്തോട്ടെ. ആ തടസ്സമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും അവരോട് പറഞ്ഞു കൊടുക്കുക. അവരിലുള്ള മനസ്സിനെക്കുറിച്ച് പഠിക്കാത്തത്തോളം അത് ആ വ്യക്തിയിലേക്ക് മാത്രം ബന്ധപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള ചർച്ചകളിലൂടെയും അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാൻ വേണ്ടിയും ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. നമ്മൾ കാണാറുണ്ട് പലപ്പോഴും മാനസികമായിട്ട് അസ്വസ്ഥത ഉള്ളവരൊക്കെ റോഡിലൂടെയൊക്കെ എന്തൊക്കെയോ വേസ്റ്റൊക്കെ എടുത്ത് പോകുന്നത് കാണാറുണ്ട്. നമ്മളെന്തെങ്കിലും പ്രതികരിക്കുക, അവരോട് അങ്ങോട്ട് മാറ്റിപ്പിക്കും, ഇങ്ങോട്ടാക്കും, അത്രയേ ഉള്ളൂ. ഇതിനൊക്കെ ഇങ്ങനെ പൊതുവൽക്കരിച്ച് ഭീകരവൽക്കരിച്ച് കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. അതൊക്കെ നമ്മളുടെ മനസ്സിലാണ് അസ്വസ്ഥത ഉണ്ടാക്കുക. ഇത്തരം പ്രതികരണം നടത്തുന്ന മനസ്സിലുണ്ടാക്കുക. നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള സ്റ്റാൻഡേർഡ് നമുക്കില്ലാതായി പോവുകയാണ് ചെയ്യുക. പ്രത്യേകം ഓർക്കുക. ഇവിടെ ഒരു മതത്തെയോ ഒരു പ്രത്യേക വിഭാഗത്തെയോ ഒന്നും ഞാൻ പ്രകീർത്തിക്കുന്നില്ല. ഒരു പ്രത്യേകത്തിൻ്റെ ഒരു ഇതായിട്ടോ ഞാൻ പറയുന്നില്ല. ഓക്കെ, പറഞ്ഞതിലൊക്കെ കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. 100-100ഓളം വീഡിയോകൾ ഷൂട്ട് ചെയ്ത് ക്ഷീണിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് സോഷ്യൽ മീഡിയ നിൽക്കുമ്പോൾ ഇത്തരം വിവാദ വിഷയങ്ങൾ അപ്പം പ്രതികരിക്കണം തോന്നിയെന്നേ ഉള്ളൂ. ഓക്കെ, ബൈ.